കെ.സി. വേണുഗോപാലൊക്കെ ഇത് ആരെ പറ്റിക്കാനാണ് ഈ ഡയലോഗ് അടിക്കുന്നത്? സ്വയം മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണോ അതോ മണ്ടൻ തന്നെയാണോ എന്ന് ചോദിക്കേണ്ടി വരികയാണ്. കേരളത്തിൽ അദാനി ഗ്രൂപ്പ് സ്വന്തം നിലയ്ക്ക് ഒരു തീരുമാനമെടുത്ത് വിഴിഞ്ഞം പോർട്ടിന്റെ 49% ഓഹരി MNC എന്ന ഇന്റർനാഷണൽ കോർപ്പറേറ്റുകൾക്ക് വിൽക്കാൻ സ്വന്തം നിലയ്ക്ക് തീരുമാനിച്ചത്രേ. കേരളത്തിലെ മണ്ടന്മാരായിട്ടുള്ള കോൺഗ്രസുകാരും ലീഗന്മാരും കണ്ണടച്ചത് വിശ്വസിച്ചോളും എന്ന് കരുതിക്കൊണ്ടായിരിക്കും വേണുഗോപാൽ ഈ ഡയലോഗ് അടിച്ചത്. അതിന് മറുപടി പറയേണ്ട അദാനിയാണ്. അദാനി എന്താ സൂപ്പർ ഗവൺമെന്റാണ്. കേരള സർക്കാരിനെ ഇരുട്ടിൽ നിർത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവർക്കാവുന്നതാണോ അവർ വിചാരിക്കുന്നത്? ഇതെന്താ BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സൂപ്പറാണ്. അദാനിയുടെ തീരുമാനമാണ് നടപ്പിലാവുക, വേറെ ആരുടെ തീരുമാനം നടപ്പിലാവില്ല. അവർ തീരുമാനിക്കും. അതുപോലെയാണെന്ന് അദാനി ധരിച്ചിട്ടുണ്ടോ? അങ്ങനെ പറയാൻ അദാനിക്ക് എന്ത് അവകാശം ഉള്ളതെന്ന് അങ്ങനെ എടുക്കാൻ? വേണുഗോപാലിനോട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഞങ്ങളും കഴിക്കുന്നത് അരിയാഹാരമാണ് സാർ. ഒരു മുഖ്യമന്ത്രി അറിയാതെ ഇതൊക്കെ അദാനി അങ്ങ് തീരുമാനമെടുത്തു, BJPയുടെ സംസ്ഥാനത്ത് നടപ്പാക്കും പോലെ ഇവിടെയും നടപ്പാക്കാമെന്ന് കരുതുകയാണ്. അത് കറക്റ്റ് പോയിന്റാണ്. BJPയുടെ സംസ്ഥാനത്ത് എങ്ങനെയാണോ അവർ പ്രവർത്തിക്കുന്നത് അതുപോലെ ഇനി ഇവിടെ പ്രവർത്തിക്കാമെന്നുള്ള ആത്മവിശ്വാസം അദാനി ഗ്രൂപ്പിന് വന്നു എന്ന് സ്ഥിരീകരിച്ചത് നല്ല കാര്യമാണ്. പക്ഷേ തിരിച്ചൊരു പ്രശ്നമുണ്ടല്ലോ വേണുഗോപാൽ സാറേ. അദാനി ഗ്രൂപ്പ് 21 ലക്ഷം രൂപ പൊടിച്ച് ചാർട്ടേഡ് ഫ്ലൈറ്റ് അയച്ചു കൊടുത്ത് മുഖ്യമന്ത്രി ആകുന്നതിന് മുന്നോടിയായിട്ട് മേനോനെ അങ്ങ് മംഗലാപുരത്ത് ഫ്ലൈറ്റ് ഇറക്കി അവിടെ നിന്ന് 3 കോടി രൂപയുടെ കാറിൽ കയറ്റി നേരെ NDA MP വീട്ടിലെത്തിച്ചു. അവിടെ അദ്ദേഹത്തിന് മട്ടനും നല്ല ടൈഗർ പ്രോൺസും നല്ല നെമ്മീൻ ഫ്രൈ ഒക്കെ ചേർത്ത് ഉരുട്ടി കൊടുത്തത് ചുമ്മാതാണെന്ന് ഈ നാട് ചിന്തിക്കുമോ? ഇതുവരെ ആ യാത്രയുടെ ഉദ്ദേശം പറഞ്ഞിട്ടില്ല. പക്ഷേ ആ കൂടിക്കാഴ്ചയിൽ അദാനി ഗ്രൂപ്പ് പ്രസിഡന്റ് ആയിട്ടുള്ള കിഷോർ ആൽവ പങ്കെടുത്തത് ആരും മറന്നിട്ടില്ല. കിഷോർ ആൽവ അവിടെ വെച്ച് ഉറപ്പാക്കിയ ഡീലും അതിനോടൊപ്പം തിരിച്ചു വന്നപ്പോ ആ ഹെലികോപ്റ്ററിനകത്ത് കയറ്റിവിട്ട പെട്ടിയും ചില കാര്യങ്ങൾക്ക് നിർബന്ധിതരാക്കും. ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന നിലയ്ക്ക് പൊട്ടന്മാരെ പോലെ ഇരുന്നു കൊടുത്തിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞാൽ അതൊക്കെ തൊള്ള തൊടാതെ വിഴുങ്ങണമെന്നുണ്ടെങ്കിൽ മൂരികളായിരിക്കണം, അല്ലെങ്കിൽ തലയ്ക്കകത്ത് ആള് താമസമില്ലാത്ത കോൺഗ്രസ്സുകാരായിരിക്കണം. അല്ലാതെ ഉള്ളവർക്ക് എന്താണ് ആ ഡീലെന്നും ആ ഡീലിനെ തുടർന്ന് കരിമണൽ കച്ചവടവും തുറമുഖ കച്ചവടവുമെല്ലാം ഏകദേശം പല മുതലാളിമാർക്ക് എഴുതി വിറ്റ് അദാനി സ്വന്തം പ്രോപ്പർട്ടി വിൽക്കും പോലെ വിറ്റിട്ട് പോകാൻ പോവുകയാണ്. അതിനുവേണ്ടി അവർ നല്ല പോലെ തുട്ടിറക്കി കളിച്ചിട്ടുണ്ട്. ആ കളിച്ചതിന് തിരിച്ച് പലിശ സഹിതം പിടിക്കണ്ടേ? അപ്പോ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന അവരുടെ ഉപ്പും ചോറും കഴിച്ച മനുഷ്യന് മിണ്ടാതെ കാണാതെയൊക്കെ ഇരിക്കേണ്ടി വരും. അത് നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.